Hi friends, welcome to Roshni's vlog. ഇന്ന് നമ്മൾ വൈറ്റ് സോസ് പാസ്തയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചീസി ക്രീമി ഡിഷാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് മാക്രോണി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മാക്രോണി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ ഈ മാക്രോണി വെന്ത് കഴിയുമ്പോഴത്തേക്കിനും ഊറ്റിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട വെള്ളം വെക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാക്രോണി വെന്ത് വരുമ്പോഴത്തേക്കിനും അതിൽ ഉപ്പ് പിടിച്ചോളും. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 കപ്പ് മാക്രോണിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് എടുക്കും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അധികം ഒന്നും വേണ്ട, കുറച്ച് മതിയല്ല. ആദ്യം നമുക്ക് ഈ സവോള ഒന്ന് ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂണോളം വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1 കപ്പ് ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രീനും റെഡും എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് അളവിലുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് കോണും എടുത്തിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ചോപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മാക്രോണി വെന്തോന്ന് നോക്കാം. നമ്മുടെ മാക്രോണി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് നമ്മൾ ബട്ടർ വേണേൽ യൂസ് ചെയ്യാം, ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിനും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇത് ഒരു 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഈ സവോള വെജിറ്റബിൾസ് ഒന്നും ഒരുപാടൊന്നും വാടി വരണ്ട. നമ്മൾ ജസ്റ്റ് ഒന്ന് അതിന്റെ ട്രാൻസ്പെറന്റ് കളർ അയച്ചാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത ക്യാരറ്റ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ സ്വീറ്റ് കോണും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒരു 5-6 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ മാക്രോണി വേവിച്ചപ്പോഴത്തേക്കിനും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെജിറ്റബിൾസിലേക്ക് മാത്രം വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ സോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം സോട്ടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പം നമുക്കിനി വൈറ്റ് സോസ് ഉണ്ടാക്കണം. അപ്പം അതിൻ്റെ പേര് bechamel സോസ് എന്നാണ്. നമുക്കിനി bechamel സോസ് റെഡിയാക്കാം. സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 4 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മൈദയാണ്. അപ്പം 4 ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കുവാണെങ്കിൽ 4 ടേബിൾ സ്പൂൺ മൈദ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഈ മൈദ ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൈദയുടെയും ബട്ടറിൻ്റെയും ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പം നമ്മുടെ മൈദ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് പാല് ഒന്ന് ചേർത്ത് കൊടുക്കാം. കാരണം അത് മുഴുവൻ പാലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ട പിടിച്ചു പോകും. അപ്പം നമുക്ക് അതിൻ്റെ കട്ടയൊക്കെ മാറ്റിയെടുക്കാൻ വലിയ പാടായിരിക്കും. അപ്പം നമുക്ക് ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് കട്ടയെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. ഈ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ടകളെല്ലാം ഉണ്ടെങ്കിൽ
അതെല്ലാം ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ കട്ടയെല്ലാം നമ്മൾ മാറ്റിയെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് മുഴുവൻ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചെറിയ തീയിലിട്ട് ഈ പാലൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഈ പാല് നന്നായിട്ടൊന്ന് കുറുകി വരുന്നിടം വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ സോസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ സ്പൂണിൽ കണ്ടോ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സോസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിലേക്ക് നമുക്ക് നട്ട്മഗിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പം നട്ട്മഗ് എന്ന് പറഞ്ഞാൽ ജാതിക്ക. അപ്പം ജാതിക്കയുടെ കുരു ഉണ്ടെങ്കിൽ അതിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൗഡറാണോ ഇരിക്കുന്നതെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂണ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇറ്റാലിയൻ സീസണിങ് ആണ് ചേർക്കേണ്ടത്. ഏത് ഇറ്റാലിയൻ സീസണിങ് വേണേലും ചേർക്കാം. ഞാനിപ്പോൾ ഒറിഗാനോയും ബേസിലുമാണ് ചേർക്കുന്നത്. ഇത് ഇതുപോലെ ടിന്നിനകത്ത് കിട്ടും, എല്ലായിടത്തും വാങ്ങിക്കാൻ. ഇറ്റാലിയൻ സീസണിങ്ങിൽ നിന്ന് ഉള്ള ടിൻ കിട്ടും, അല്ലെങ്കിൽ മിക്സഡ് ഹെർബ്സ് അങ്ങനെയുള്ളത് ചേർത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഒറിഗാനോയും ബേസിലും ഇരിപ്പുണ്ട്, അത് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാക്കറോണിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാക്രോണിയിലേക്കെല്ലാം നമ്മുടെ സോസ് കോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ചീസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചീസ് കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ മൊസറോള ചീസാണ് എടുത്തേക്കുന്നത്. ഏത് ചീസ് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇപ്പം നമ്മുടെ ക്രീമി വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.